Hello, good morning. Good morning. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസുകളൊക്കെ പരിചയപ്പെട്ടു അല്ലേ? എന്താണ് അസസ്മെന്റ്, എന്താണ് അസസിങ് ഇയർ, ഓക്കെ. പിന്നെ അതിന് മുമ്പ് നമ്മൾ പ്രീവിയസ് ഇയർ എന്താണ്, കറണ്ട് ഇയർ എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള. അപ്പൊ അതിൽ ഈ വർഷം കുറച്ച് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് എടുക്കുന്നതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല ഉണ്ടോ. അതിൽ ഇപ്രാവശ്യം കുറെ റൂളുകളൊക്കെ അങ്ങോട്ടും കൂടെ ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് പുതിയ ടെക്സ്റ്റോ പുതിയ മെറ്റീരിയൽ ഒക്കെ കിട്ടിയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് എന്തായാലും ഞാൻ അതിന്റെ ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരാൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിനെ കൊണ്ട് അയാൾ റെസിഡന്റ് ആയിക്കൊള്ളണം എന്നില്ല. ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിനെ കൊണ്ട് അയാൾ റെസിഡന്റ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഇൻകം ടാക്സിൽ ചില റൂളുകളുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അയാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നൊക്കെ ഉള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിനെ കൊണ്ട് റെസിഡന്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളൊക്കെ അങ്ങനെ പറയല്ലേ, വി ആർ ഇന്ത്യൻ റെസിഡൻസ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ ചിലപ്പം വേറെ വിദേശത്ത് ജനിച്ച ഒരാൾ ഇൻകം ടാക്സ് പർപ്പസിന് ഇവിടെ റെസിഡന്റ് ആവാം. അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടെങ്കിൽ എത്ര ഡേയ്സ് ഇവിടെ താമസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, ഒരു വർഷത്തിൽ എത്ര ദിവസം ഇവിടെ താമസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ കേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽസിന്റെ കേസിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിഗർ ഒന്ന് കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇൻഡിവിജ്വൽ കണ്ടുവല്ലോ, പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, കമ്പനി ആവാം, AOP ആവാം, BOI ആവാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് HUF, it is mainly divided into resident in India, non-resident in India. Okay. Resident is again divided into ordinarily resident and not ordinarily resident. എങ്ങനെയാണ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആളുകളെ തിരിച്ചിട്ടുള്ളത്? ഓക്കെ. അപ്പം റെസിഡന്റ് നോൺ റെസിഡന്റ് അല്ലെ. റെസിഡന്റിൽ തന്നെ രണ്ട് കാറ്റഗറി വരുന്നുണ്ട്, ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും. അപ്പൊ നമ്മൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഓർഡിനറി റെസിഡന്റ് ഉണ്ടാവും, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ടാവും, നോൺ റെസിഡന്റ് ഉണ്ടാവും. നമ്മൾ എന്താ പറഞ്ഞത്? Citizenship of India does not make him as a resident in the case of income tax purpose. A person who born in India may be non-resident for the purpose of income tax in India, but a person born in foreign countries may be a resident in India for the purpose of income tax. ക്ലിയർ? ഇൻകം ടാക്സ് പർപ്പസിന് ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിനെ കൊണ്ട് മാത്രം റെസിഡന്റ് ആയിക്കൊള്ളണം എന്നില്ല. എന്നാൽ വിദേശത്ത് ജനിച്ച ഒരു വ്യക്തി വേണമെങ്കിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയേക്കാം. ഹിയർ വി ആർ ടേക്കിംഗ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ ഇൻ എ ഇയർ. ഓരോ വർഷവും അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ദ കേസ് ഓഫ് HUF ഓൾസോ, it is divided into resident in India, non-resident in India. Again, resident in India is divided into ordinarily resident and not ordinarily resident. Is it clear? Okay. Here also the number of stays and the place of effective management is taken. HUF ലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഇൻഡിവിജ്വലിനെ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എവിടെയാണ് ആ ഒരു HUF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കറുത്ത എത്ര ദിവസം നിന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. Then next, in the case of others, that is in the case of company, association of persons, body of individuals,
artificial judicial persons, etc. It is mainly divided into two categories, that is resident in India and non-resident in India. Basically speaking, the residential status determination, residential status of an SSC determines the scope of chargeability of his income. So what's the purpose of dividing the people into different categories? The purpose of dividing the people into different categories is to determine the scope of chargeability of his income. അതായത് ഓരോ വ്യക്തിക്കും എത്രത്തോളം ഇൻകം ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓർഡിനറി റെസിഡന്റിനെ ഉള്ള അത്രയും ഇൻകത്തിന് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സ് ലയബിലിറ്റി വരില്ല. അതായത് ഓർഡിനറി റെസിഡന്റിനാണെങ്കിൽ എല്ലാ ഇൻകം എടുക്കണം, എക്സംപ്റ്റഡ് ഇൻകംസ് ഒഴികെ എല്ലാം അയാളുടെ ഇൻകം ആയിട്ട് കാണിക്കണം. എന്നാൽ നോട്ട് ഓർഡിനറി റെസിഡന്റിന്, ഇന്ത്യയിൽ ഒരാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഓർഡിനറി റെസിഡന്റിനുള്ള അതേ ഇൻകം ഒക്കെ അയാൾക്ക് ഉണ്ടെങ്കിൽ കൂടി ചില ഇൻകംസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയതുകൊണ്ട് അയാൾക്ക് വിദേശത്ത് നിന്ന് കിട്ടിയ ഇൻകം നമ്മൾ എടുക്കില്ല. ഓക്കെ, ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതും വിദേശത്ത് നിന്ന് കിട്ടിയതും ഒക്കെ എടുക്കും. നോട്ട് ഓർഡിനറിക്ക് ആണെങ്കിലോ ചില എക്സംഷൻസ് ഉണ്ടായിരിക്കും. പൊതുവെയുള്ള എക്സംപ്റ്റഡ് ഇൻകം എല്ലാവർക്കും ബാധകമായിരിക്കും കേട്ടോ. അപ്പൊ അഗ്രികൾച്ചറൽ ഇൻ ഇന്ത്യ അല്ലെ എക്സംപ്റ്റഡ് ഇൻകം ആണ്, അതാർക്കും ടാക്സബിൾ ആയിട്ട് വരില്ല. പക്ഷെ ഈ എക്സംപ്റ്റഡ് ഇൻകം അല്ലാത്ത എല്ലാ ഇൻകംസും ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആയിരിക്കും. എന്നാൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുമ്പോൾ ഓർഡിനറി റെസിഡന്റിന്റെ അതേ ഇൻകംസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അയാൾക്ക് എല്ലാ ഇൻകവും ടാക്സബിൾ ആവില്ല. ടാക്സബിൾ മീൻസ് ടാക്സ് ചാർജ് ചെയ്യുന്ന ഇൻകം അല്ലെ. എല്ലാം നമ്മളിപ്പോൾ ഇൻകം എടുക്കുമ്പോൾ 5 ഹെഡ്സിലെ ഇൻകം എടുക്കുമ്പോൾ എല്ലാ ഇൻകം അവിടെ എടുക്കില്ല. നോട്ട് ഓർഡിനറി റെസിഡന്റിന് കുറച്ചൊരു എക്സംഷൻ ഉണ്ട്, അയാൾ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയതുകൊണ്ട്. ഇനി നമ്മൾ നോൺ റെസിഡന്റിലേക്ക് വരുമ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. നോട്ട് ഓർഡിനറി റെസിഡന്റിന് ചാർജ് ചെയ്യുന്നത് പോലും നോൺ റെസിഡന്റിന് ചാർജ് ചെയ്യില്ല. ഓക്കെ, അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഏതൊക്കെയാണ് എടുക്കേണ്ടത് ഏതൊക്കെയാണ് എടുക്കേണ്ടാത്തതുള്ളത്. ഓർഡിനറി റെസിഡന്റ് എല്ലാ ഇൻകംസും എടുക്കുന്നുണ്ടാവും എക്സെപ്റ്റ് എക്സംപ്റ്റഡ് ഇൻകംസ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലോ ആ എക്സംപ്റ്റഡ് ഇൻകംസ് മാത്രമല്ല വേറെയും ചില ഇൻകംസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം ഒന്നും നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റോ, അയാളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡന്റിനെ എടുക്കുന്നതും നോട്ട് ഓർഡിനറി റെസിഡന്റിനെ എടുക്കുന്നതും ഒന്നുമില്ല അയാളുടെ കേസിൽ ടാക്സിബിൾ ആയിട്ട് വരുന്നത് അല്ലെ. അയാൾക്ക് കുറച്ച് എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ഇൻകം ആണ് എടുക്കുന്നത്. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നോട്ട് ഓർഡിനറി റെസിഡന്റിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ബിസിനസ് ഉണ്ട് വിദേശത്ത്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും അയാൾക്കൊരു ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അയാളെ കേസിൽ ടാക്സബിൾ ആയിട്ട് വരില്ല. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഇവിടെ ബേസ് ആയിട്ട് നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് ബേസ് ആയിട്ട് അതെന്താണ് ഇൻഡിവിജ്വലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, HUF-നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, അതേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ടു ഡിറ്റർമിൻ ദി സ്കോപ്പ് ഓഫ് ചാർജബിലിറ്റി ഓഫ് ഹിസ് income, whether a person will be charged to a particular income or not depends on his residential status. ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് ചാർജബിൾ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇത് എടുക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ കിട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ തരുന്നതിനേക്കാൾ ഒന്നും കൂടെ ബ്രീഫായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷനൂടെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്തത്. നമ്മുടെ ടാക്സ് ആകുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ്. അതായത് എല്ലാ വർഷവും അതിനകത്ത് മാറ്റങ്ങളുണ്ടാവും, പുതിയ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും അസസ്മെന്റ് ഇയർ പിന്നെ 21-22 കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. HUF-ന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ, റെസിഡന്റ്, നോൺ റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്.
ഒറ്റടിക്ക് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. അതൊന്ന് ഈ ഒരു ടാബ്ലറ്റ് നോക്കി നോക്കൂ. എന്തിനാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. അത് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും ROR എന്ന് പറയുമ്പോൾ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, NOR എന്ന് പറയുമ്പോൾ നോട്ട് ഓർഡിനറി റെസിഡന്റ്, NR നോൺ റെസിഡന്റ് കേട്ടോ. അപ്പം റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന്റെ കേസിൽ നോക്കൂ, മൂന്നാൾക്കും ഫസ്റ്റത്തെ ഇൻകം ടാക്സബിൾ ആണ് അല്ലെ. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഇൻകം, ഇന്ത്യയിൽ നിന്ന് സാലറി കിട്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് റെന്റ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ 3 പേരുടെ കേസിൽ അത് ടാക്സബിൾ ആണ്. ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള ഒരു ഇൻകം ആണ്. ഇപ്പൊ ഒരാളുടെ PF ഇൻകം വന്നു, അപ്പൊ അത് അയാൾക്ക് ഭാവിയിൽ കിട്ടും. ഒരാളുടെ അക്കൗണ്ടിലേക്ക് വന്നു, അതൊരു മെച്യൂരിറ്റി ടൈം ആകുമ്പം കിട്ടും. അത് ടാക്സബിൾ ആണ്. ഇങ്ങനെ പോകുന്നത് ഒരു 1 2 3 4 ഫിഫ്ത്ത് വണ്ണൊക്കെ നോക്കൂ, ഇൻകം ഫ്രം പ്രൊഫഷൻ ഓർ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ അല്ലേ. വിദേശത്ത് നമ്മളൊരു ഇന്ത്യൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് കിട്ടിയ ഇൻകത്തിന്റെ കേസിൽ എങ്ങനെയാ, റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണ്. നോൺ റെസിഡന്റിന് എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ടേബിൾ കാണാതെ പഠിക്കാൻ പറ്റും കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ പറ്റും. എടുക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, നമ്മൾ ടാക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരികയാണ് ഇത്. ഓക്കെ, പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടും അതിൻ്റെ തിയറി റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞുതരാം. നെക്സ്റ്റ് അടുത്തത് വരുമ്പോൾ നോക്കൂ, നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡന്റിനും ടാക്സബിൾ അല്ല അല്ലേ. ഓൾ അതർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, അതുപോലെ ഇൻകം ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. വിദേശത്തുള്ള ഒരു ബിസിനസ് ആണ്, അവ വിദേശത്ത് നിന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡിനറി റെസിഡന്റിന് മാത്രമാണ് ടാക്സബിൾ ആയിട്ട് വരിക. പിന്നെ ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻകം ഓർഡിനറി റെസിഡന്റ് മാത്രമാണ് ടാക്സബിൾ ആയിട്ട് വരിക. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ ഒരെണ്ണം എല്ലാവർക്കും ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അപ്പം എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും കൂടുതൽ ഇൻകം ഉണ്ടാവുക? എല്ലാവർക്കും ഒരേപോലെയാണ് ഇൻകംസ് ഉള്ളത്. എല്ലാ ഇൻകം ഒരേപോലെയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ ഇൻകം ഇവിടെ നമ്മൾ ഇൻകം ടാക്സിൽ കാണിക്കുക? ആർക്കായിരിക്കും? കേൾക്കണില്ല നിങ്ങളെ? ആർക്കായിരിക്കും കുട്ടികളെ? കേട്ട അതായത് ഫസ്റ്റ് വൺ അല്ലെ, ഓർഡിനറി റെസിഡന്റിനാണ് കൂടുതൽ ഇൻകം ഉണ്ടാവുക. അയാൾക്ക് എല്ലാ ഇൻകത്തിനും ഇവിടെ ടാക്സ് അടക്കണം. നോട്ട് ഓർഡിനറിക്കാണെങ്കിൽ ഇത്ര തന്നെ വരില്ല, ഓർഡിനറി റെസിഡന്റിന്റെ അത്ര തന്നെ വരില്ല. നോൺ റെസിഡന്റിനാണെങ്കിൽ അവരെക്കാളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സംപ്റ്റഡ് ഇൻകംസ് നമുക്ക് കുറേ പഠിക്കാണ്ട്, പക്ഷെ അതിൻ്റെ മുമ്പേ ആയിട്ട് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 എക്സംപ്റ്റഡ് ഇൻകംസ് പറഞ്ഞുതരാം. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണ് കേട്ടോ. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി, നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷെ അതിനൊരു കണക്കൊക്കെ ഉണ്ട്, 10 ലക്ഷം വരെയാണ് എന്നൊക്കെ ഉള്ളൊരു കണക്കൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ, അതിന് പിന്നെ കണക്കൊന്നുമില്ല. ഇന്ത്യയിൽ കൃഷി ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഇൻകം ആണെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് ഇൻകം ആണ്, അതിന് നമ്മൾ ടാക്സ് ഒന്നും അടക്കണ്ട. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF ഇൻഡു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിന്റെ ഷെയർ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്, അതിനും കണക്കൊക്കെ ഉണ്ട്. 3,500 7,000 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. അപ്പൊ ഏതൊക്കെ ഇൻകം, ഞാൻ ചിലപ്പോൾ നിങ്ങളൊരു എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ഇൻകം. ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. അപ്പം ഇത്ര അതിനകത്ത് കുറച്ചൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലൊരു ബേസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കിതിങ്ങനെ ചെയ്യാനുള്ളതാണ്. ഇപ്പം ഹെഡിലേക്ക് പോവാണ് കേട്ടോ. അഗ്രികൾച്ചർ ലിങ്ക് ഒക്കെ പിന്നെ എടുക്കാം, കാരണം അതിനകത്ത് എന്തെങ്കിലും
മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പൊ നിങ്ങൾ മൊഡ്യൂൾ 2 എന്ന് കാണുമ്പോൾ പേടിക്കണ്ട, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 1 നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് മൊഡ്യൂൾ 2 എത്തിയത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എടുത്തിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നോട്ടും ഒക്കെ റെഡിയാക്കി വെച്ചോണ്ടും എല്ലാവരും എന്നുള്ളത്. നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 2 ഇൻകം ഫ്രം സാലറീസ് അല്ലെ. ഫസ്റ്റ് ഹെഡ്, നമ്മുടെ ഫസ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം സാലറീസ്. അപ്പൊ ഇൻകം ഫ്രം സാലറീസിന്റെ സെക്ഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. 15 to 17 ആണ് ഇൻകം ഫ്രം സാലറീസിന്റെ ഹെഡ്. 15 മുതൽ 17 വരെയാണ് ഇൻകം ടാക്സ് ആക്ടില് ഇൻകം ഫ്രം സാലറീസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻകം ഫ്രം സാലറീസ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എന്താണ് സാലറി ഇൻകം? സോ ആസ് പെർ സെക്ഷൻ 15 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, income is chargeable under 5 heads as we discussed. That is, the 5 heads are salaries, income from house property, profit or gain of business or profession, capital gain and other sources. അപ്പൊ അതിൻ്റെയൊക്കെ സെക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറീസ് അതിനകത്ത് 15 to 17 ആണ് വരുന്നത്. ഇനി എന്താണ് നമുക്ക് സാലറി എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. സാലറി മീൻസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് his services and include any benefits or facilities provided by the employer. ഓക്കെ, ഇപ്പൊ എന്താണ് സാലറി എന്ന് പറയുന്നത്? നമുക്കറിയുന്ന ഒരു ടേം തന്നെയാണ് അല്ലേ. അതായത് ഇതിലിപ്പോ ഇൻകം ടാക്സിലായതുകൊണ്ട് പുതിയൊരു എക്സ്പ്ലനേഷനൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. എംപ്ലോയർ എംപ്ലോയിക്ക് അയാളുടെ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് നൽകുന്നതാണ് എന്ത്? സാലറി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ ഈ ഹെഡിൽ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ പറയാണ് സാലറി ഓഫ് MP അല്ലെങ്കിൽ സാലറി ഓഫ് MLA അല്ലെ. MPയുടെ സാലറി അല്ലെങ്കിൽ MLAയുടെ സാലറി എന്നൊക്കെ പറയാം. അതൊന്നും നമുക്ക് സാലറി ഹെഡിൽ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഉണ്ടോ? MP എന്ന് പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയർ ആണോ? അവിടെ ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയർ ആണ് നമുക്ക് പറയാൻ പറ്റുമോ? സോറി, അല്ലെങ്കിൽ എംപ്ലോയി ആണെന്ന് പറയാൻ പറ്റും. എംപ്ലോയർ അല്ല, എംപ്ലോയി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് MPയുടെ സാലറി MLAയുടെ സാലറി ഒന്നും നമ്മൾ ഈ ഹെഡിൽ എടുക്കില്ല, സാലറി ഹെഡിൽ എടുക്കില്ല. ഇവിടെ എന്താണ്, എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സാലറി എന്ന് പറയുന്നതല്ലേ സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ആൻ SSC ഇൻ ദ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. നമ്മൾ ജസ്റ്റ് മന്ത് ലാസ്റ്റിൽ കിട്ടുന്ന എമൗണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമല്ല കേട്ടോ. ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ടു ആൻ SSC ഇൻ ദ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. എന്താ പറയുന്നത്? ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ഡ്യൂ ആയിട്ടുള്ള ഒരു എമൗണ്ട്, കൊടുക്കാനായിട്ടുള്ള ഒരു എമൗണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മാർച്ച് 31 നമ്മുടെ ഇയർ ക്ലോസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്ലോസ് ചെയ്യുന്നത്. ഈ മാർച്ച് 31 ആയപ്പം ചിലപ്പോൾ എംപ്ലോയിക്ക് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പം സപ്പോസ് എൻ്റെ കേസിലെടുക്കാം, അപ്പം 31 മാർച്ച് അപ്പം എനിക്ക് സാലറി കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അതവിടെ കൊടുക്കേണ്ട സമയം ആയതുകൊണ്ട് അത് ഡ്യൂ ആയിട്ടുണ്ടാവും അല്ലെ. 31 മാർച്ച് എന്ന് പറയുമ്പോൾ മാർച്ചിലെ സാലറി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, മീൻസ് അത് ഡ്യൂ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സാലറി ഡ്യൂ ഫ്രം എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. എന്തായിരിക്കും ഫോർമർ എംപ്ലോയർ? മുന്നേ ജോലി ചെയ്തിരുന്നൊരു എംപ്ലോയർ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാള് റിട്ടയർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ അയാൾ എംപ്ലോയർ അല്ല, പക്ഷെ മുന്നത്തെ ഒരു സാലറി അയാൾക്ക് കിട്ടാനായിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ദി ഫോർമർ എംപ്ലോയർ. അയാൾ എന്ത് ചെയ്തു? മാർച്ച് 31 റിട്ടയർ ചെയ്തു. അപ്പം അയാൾക്ക് മാർച്ചിന്റെ സാലറി കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുക്കും അല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഏപ്രിലേക്ക് എടുത്താൽ പോരാ, കാരണം നമ്മൾ അവിടെ ഇയർ മാറി, ഫിനാൻഷ്യൽ ഇയർ മാറി, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ 31 മാർച്ച് വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ
എന്താണ് നിലവിലുള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്നോ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് അത് പേ ചെയ്താലും പേ ചെയ്തിട്ടില്ലെങ്കിലും സാലറിയിൽ എടുക്കും. Next one, the salary paid or allowed to him in the previous year by or on behalf of the employer or a former employer. Okay, though not due or before it becomes due to him. ഇന്ന് നമ്മൾ പറഞ്ഞതിന്റെ നേരെ തിരിച്ച് എന്താണ്? ഇപ്പം എംപ്ലോയർ സാലറി കൊടുത്തു. ഓക്കെ, എംപ്ലോയർ സാലറി കൊടുത്തു. അപ്പം അത് ഡ്യൂ ആയാലും ഇല്ലെങ്കിലും അത് നമ്മൾ സാലറിയിൽ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം ഏപ്രിൽ 1-ാം തീയതി ഉള്ളൂ സാലറി ഡ്യൂ ആവുക എന്ന് പറയാം. ഏപ്രിൽ 1-ാം തീയതി ഉള്ളൂ സാലറി ഡ്യൂ ആവുക. അത് ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് കൊടുത്തു. ഓക്കെ, അയാൾക്ക് മാർച്ച് 30-ാം തീയതി ആയപ്പോഴേ കൊടുത്തു. അങ്ങനെയാണെങ്കിലും നമ്മൾ സാലറിയിൽ എടുക്കണം. ഓക്കെ, പെയ്ഡ് സാലറി എടുക്കണം, ഡ്യൂ സാലറി എടുക്കണം. നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ അങ്ങനെ മനസ്സിലായാൽ മതി. പക്ഷെ തിയറി ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വാരി വരച്ചു കൊടുത്തത്. അപ്പം അത് പെയ്ഡ് ആണെങ്കിലും ഡ്യൂ ആണെങ്കിലും എടുക്കണം. അത് ഫോർമർ എംപ്ലോയർ ആണെങ്കിലും ഓക്കെ. Next one, any arrear salary paid or allowed to him during the PY by on or behalf of an employer or former employer if not charged to income tax for any earlier PY. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കണം, arrear salary. ഓക്കെ, arrear salary എന്തായിരിക്കും? arrear salary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പിന്നെ ഇപ്പോൾ ഒരാളുടെ സാലറി എന്ന് പറയുന്നത് നിലവിൽ ഫോർ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുക 20,000 റുപ്പീസാണ്. 20,000 റുപ്പീസാണ് കഴിഞ്ഞ ജനുവരി ഓൺവേർഡ് അയാൾക്ക് കിട്ടിപ്പോയത്. ഓക്കെ, ജനുവരി അല്ല, നമ്മളെ ഫിനാൻഷ്യൽ ഇയർ തന്നെ എടുക്കാം. കഴിഞ്ഞ ഒരു എന്താണ് ഏപ്രിൽ ഓൺവേർഡ് അയാൾക്ക് 20,000 ആണ് സാലറി കിട്ടിപ്പോകുന്നത്. പക്ഷെ അവിടെ ഒരു മാറ്റം വന്നു. ജനുവരി ഓൺവേർഡ് അവരുടെ സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ട്. ഓക്കെ, അയാളുടെ സാലറി 22,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അത് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു അരിയർ ഉണ്ടാവും അല്ലേ? അയാൾക്ക് മുഴുവൻ സാലറി കിട്ടിയിട്ടില്ല. ജനുവരി മുതലുള്ള ആ ഇൻക്രിമെന്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, പ്രാക്ടിക്കലി നമ്മൾ എല്ലാ എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ പറയാം അല്ലെ, എല്ലാവർക്കും 75% ഒക്കെയാണ് സാലറി കൊടുത്തത്. അപ്പൊ 25,000 അവിടെ അരിയർ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ അരിയർ വരുന്ന സാലറി കിട്ടുന്ന സമയത്ത് സാലറി ആയിട്ട് എടുക്കണം. ഇപ്പൊ ജനുവരിയിൽ കിട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞു, ഫെബ്രുവരിയിൽ കിട്ടിയില്ല, മാർച്ചിൽ കിട്ടിയില്ല. ഓക്കെ, പക്ഷെ പിന്നെ നെക്സ്റ്റ് ഇയറിലാണ് അത് കിട്ടിയത്. അപ്പൊ ആ നെക്സ്റ്റ് ഇയറിൽ അത് ഇൻകം ആയിട്ട് എടുക്കണം. അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ നമ്മൾ അത് കിട്ടാതെ തന്നെ എടുത്തുക്കണമെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ജനുവരിയിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ഈവൻ നമ്മളത് ഇൻക്രിമെന്റ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിയർ സാലറി കിട്ടുന്ന സമയത്ത് അത് എടുക്കണം. എന്തായാലും എല്ലാ ഇൻകം ഒരിക്കൽ മാത്രമേ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. ഒരു ഇൻകം ഒരിക്കലേ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. അതൊന്നും ഒരിക്കലും ഡബിൾ ടാക്സേഷൻ വരില്ല. ഓക്കെ, അപ്പൊ എന്താ നമ്മളിവിടെ പറഞ്ഞ അരിയർ സാലറി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞത് ഡ്യൂ സാലറി അല്ലെ, സാലറി ഡ്യൂ ആയിട്ടുള്ളത്. അത് പെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എടുക്കണം. നെക്സ്റ്റ് എന്തായിരുന്നു? പെയ്ഡ് ആണ് പക്ഷെ അത് ഡ്യൂ ആയിട്ടില്ല. സാലറി ഡ്യൂ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സാലറി ഡ്യൂ, സാലറി പെയ്ഡ്, അരിയർ സാലറി. ഞാനത് വളരെ ബ്രീഫാക്കി തന്നെ നിങ്ങൾ അത് തന്നെ നോക്കുള്ളൂ. അതുകൊണ്ടാണത് കുറച്ച് വാരി വലിച്ചിട്ട് തന്നത്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാർക്കില്ലല്ലോ. ഡ്യൂ സാലറി, റിസീവ്ഡ് സാലറി, arrear salary. Okay, next we have to say what are the features of salary. ഇവിടെയൊക്കെ നമ്മൾ തിയറി പറയുന്നത് അതിന്റെ ബേസ് ആയിട്ടാണ്. കാൽക്കുലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷനോട് കാൽക്കുലേഷൻ ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് സാലറി.
അപ്പൊ നമ്മൾ അതിനെ സാലറി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഷുഡ് ബി an employer-employee relationship. It should be an employer-employee relationship. And the pension is also a part of salary. Salary from more than one source is also salary. Salary must be real and not fictitious. Then voluntary foregoing of salary is also part of salary. അപ്പൊ എന്തായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരാൾ റിട്ടയർ ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് പെൻഷൻ അല്ലെ? ഈ പെൻഷൻ നമ്മൾ സാലറിയുടെ പാർട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. വാട്ട് ഈസ് സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്? ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഒരു അഡ്വക്കേറ്റ് ആണ്, അയാള് 2 സ്ഥാപനത്തിൽ ലീഗൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം ഒരു അധ്യാപികയാണ്, ഒന്നിൽ കൂടുതൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം അതും എന്ത് തന്നെയാണ്? സാലറി തന്നെയാണ്. സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. സാലറി മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഫിക്ടീഷ്യസ്. സാലറി മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഫിക്ടീഷ്യസ് അല്ലെ? റിയൽ വാല്യൂസിലായിരിക്കണം നമ്മളവിടെ സാലറി എന്ന് പറയുന്നത്. ഫിക്ടീഷ്യസ് പേയ്മെന്റ് ആവരുത്. നെക്സ്റ്റ് വൺ, വോളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറി. അതും സാലറിയാണ്. അപ്പം ഒരാൾ പറയാം എനിക്ക് ഈ ഒരു മാസത്തെ സാലറി വേണ്ട, ഞാനത് ഫോർഗോൺ ചെയ്യാണ്. അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ സാലറി വേണ്ട, ഞാനത് ഫോർഗോൺ ചെയ്യാണ്, അത് വാങ്ങിക്കാതെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ്. എന്നാലും അത് അയാളുടെ സാലറി ആയിട്ട് ഇൻകം ആയിട്ട് തന്നെ എടുക്കണം. നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, പെൻഷൻ, more than one source, then not a fictitious payment, voluntary foregoing of salary. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂ ബേസിലും റെസിപ്റ്റ് ബേസിലും നമുക്ക് സാലറി ചാർജ് ചെയ്യാൻ പറ്റും. ഏതാണോ ആദ്യമെങ്കിൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം ഒരാൾക്ക് ഏപ്രിൽ 1-ാം തീയതിയാണ് സാലറി കിട്ടാറുള്ളത്, പക്ഷെ അത് മാർച്ച് 30 ആകുമ്പോൾ തന്നെ ഡ്യൂ ആവും. അപ്പൊ നമ്മളത് എടുക്കണം. അതല്ല, ഏപ്രിൽ 1-നാണ് ഡ്യൂ ആവുള്ളൂ, പക്ഷെ അയാൾക്ക് മാർച്ച് 31 തന്നെ കിട്ടി, അങ്ങനെയാണെങ്കിലും എടുക്കണം. ഏതാണോ ആദ്യം നടന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളത് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് വാട്ട് ഈസ് അഡ്വാൻസ് സാലറി. അതുപോലെ തന്നെ ഈ സാലറിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അഡ്വാൻസ് സാലറി വരും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരും, അരിയർ സാലറി വരും. ഇവിടെ പറയാം, അഡ്വാൻസ് സാലറി വരും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരും, അരിയർ സാലറി ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. അഡ്വാൻസ് സാലറി ആവാം, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആവാം, അരിയർ സാലറി ആവാം. ഇത്രയും പറഞ്ഞതിൽ വല്ല കൺഫ്യൂഷൻ ഉണ്ടോ എന്താ കുട്ടികളെ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ തരുന്ന സമയത്ത് ഇത് ഫീച്ചേഴ്സ് ലാസ്റ്റിക്ക് ഇട്ടിട്ട് ഇത് അങ്ങോട്ടേക്ക് കയറ്റിയിടാം കേട്ടോ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മളിപ്പം വല്ല എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, സാലറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്? ഇപ്പം ഒന്നാമത്തെ കുറച്ച് വലുതാണ്, അപ്പൊ രണ്ടാമത്തെ പറയാം. സാലറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ PSC ഒക്കെ നോക്കുന്ന സമയത്ത്, PSCയുടെ സൈറ്റിലൊക്കെ നോക്കുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ വേക്കൻസിയുടെ പരസ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്? ഇങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഇനി വേണം, ഒരാളും കണ്ടിട്ടില്ല? എന്താണ് എന്താ? ഇല്ല, കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് മെയിൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? സാലറി സ്കെയിൽ പറയുമ്പോ അവിടെ കിട്ടിക്കൊണ്ടിരുന്ന അതാണല്ലേ? കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി സ്റ്റാർട്ടിങ് മുതൽ എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇതുവരെ എത്തി എന്നുള്ളത്. ഇതുവരെ എത്തി എന്നുള്ളത്. ഓക്കെ,
എനി അതർ ഓപ്ഷൻ? അത് ഏകദേശം ശരിയാണ്, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ ഗുഡ്. വേറെ ആർക്കെങ്കിലും പറയാമോ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേണം സെക്കൻഡ് വൺ കൊടുത്തത്. ഫസ്റ്റ് വൺ അവിടെ നിന്നോട്ടെ, രണ്ടാമത്തെ നോക്കാം. അതായത് കുറച്ചുകൂടെ സിമ്പിൾ. 20,000 -500 -40,000. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇപ്പോൾ ഒരാളുടെ സാലറി സ്കെയിലാണെന്ന് വിചാരിക്കുക. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇംഗ്ലീഷ് ആയതാണോ? പറഞ്ഞോളൂ. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഇൻക്രീസ് ആയതാ അല്ലല്ലോ? ഇൻക്രിമെന്റ് ഉണ്ട് അതിനകത്ത് അല്ലെ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തുടക്കത്തിൽ അയാൾക്ക് 20,000 കിട്ടും. അപ്പം ഒരാൾ ജനുവരി 1 ജോലിക്ക് കയറിയെന്ന് വിചാരിക്കുക. അപ്പം അയാൾക്ക് 20,000 ഒരു വർഷം കിട്ടും. അതായത് ഡിസംബർ വരെ അയാൾക്ക് 12 മാസം അയാൾക്ക് 20,000 കിട്ടും. നെക്സ്റ്റ് ജാനുവരി ഓൺവേർഡ് അയാളുടെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പം അയാൾക്ക് എത്ര രൂപ കിട്ടും രണ്ടാമത്തെ വർഷമാകുമ്പോൾ? 20,500. ഓക്കെ. അങ്ങനെ രണ്ടാമത്തെ വർഷം അയാൾക്ക് 20,500 കിട്ടും ഡിസംബർ വരെ. എഗെയിൻ ജാനുവരിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും 500 രൂപ. ഇയർലി ആണല്ലോ ഇൻക്രിമെന്റ് ഉണ്ടാവുക, എല്ലാ വർഷത്തിലായിരിക്കും ഇൻക്രിമെന്റ് ഉണ്ടാവുക. സോ തേർഡ് ഇയർ ആകുമ്പോൾ അയാളുടെ സാലറി 30,000 ആവും. ഓക്കെ. എഗെയിൻ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും 500 ഇൻക്രിമെന്റ് ഉണ്ടാവും, 3500. ഓക്കെ. അഗെയിൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 40,000. അപ്പോൾ മാക്സിമം 40,000 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ 40,000 അപ്പുറത്തേക്ക് ഇല്ല ഡിജിറ്റ്. അപ്പോൾ 40,000 വരെയുള്ള അയാളുടെ സാലറി വരും. 40,000 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻക്രിമെന്റ് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ? ക്ലിയർ ആയോ? ആയോ കുട്ടികളെ? ഓക്കെ. 20,000 ആയിരിക്കും അയാളുടെ സ്റ്റാർട്ടിങ് സാലറി. പിന്നെ -500 ഇട്ടത് വർഷം അയാൾക്ക് 500 രൂപയാണ് കൂടി കിട്ടുക. അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് 500 രൂപ കൂടി കിട്ടും. അപ്പൊ അയാളുടെ സാലറി എത്രയാവും? 20,500. ഓക്കെ ഗുഡ്. 20,500 അല്ലെ? അങ്ങനെ 20,500 അയാളെ ആ രണ്ടാമത്തെ വർഷം വർക്ക് ചെയ്യുക. എഗെയിൻ മൂന്നാമത്തെ വർഷം ആകുമ്പോൾ വീണ്ടും അയാളുടെ സാലറി 500 രൂപ കൂടും. 500 അവിടെ ഇൻക്രിമെന്റ് ആണ് നമ്മൾ 500 ഉദ്ദേശിച്ചത്. അങ്ങനെ അയാളുടെ സാലറി 30,000 ആവും. പിന്നത്തെ വർഷം 21,000 ആയി. ഓക്കെ, മാറിപ്പോയി. നെക്സ്റ്റ് 21,000 ആയി. നെക്സ്റ്റ് അങ്ങനെ കൂടി പോയിട്ട് ഓരോ വർഷങ്ങളിലാവുമ്പോൾ 500 രൂപ കൂടി ലാസ്റ്റ് അയാളുടെ സാലറി എത്ര വരും? 40,000 രൂപയിൽ നിൽക്കും. 40,000 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻക്രിമെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ആ മുകളിലത്തത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ നാളത്തേക്ക് കണ്ടുപിടിക്കുക. വേഗം അറ്റൻഡൻസ് പറയും. നമ്പർ 1 2 okay 3% 4 5% miss 5. okay number 6 6% miss 7% miss 8% 9% miss 10% miss 11% miss 12% miss 13% miss 14% miss 15% miss 16% miss 17% miss 18% 19% miss 20 20% miss 21% miss okay 22 22% miss 23 okay 24 25%. 25% 26% 27% 28 28% 29 30 31 present miss 32 present miss 33 present 34 35 36 36% 37. 38 38%. 39 39.
40, 39%. 41, 41%. 42, 42%. 43, 43, 44, 44%, Miss. 45, 45%, Miss. 46, 46. 47. 46%. 47%, sir. ഓക്കെ കഴിഞ്ഞല്ലോ. അബ്സെന്റീസ് നമ്പർ 18 ഉണ്ടോ? ഇല്ല. 34. അറ്റൻഡൻസ് പറഞ്ഞ കുറെ ആൾക്കാർ മുങ്ങിയല്ലേ. 35, 43, 34 എന്താ പറ്റിയെന്നല്ലേ ഇല്ലല്ലോ. നമ്പർ 43 ആരാ? ഷാദിയ. നമ്പർ 35 ഓൾറെഡി നിർത്തിയില്ലേ. നമ്പർ 18 ആരാ? ഹിബ. %43. ഓക്കെ, എന്താണ് 43 മിണ്ടാതിരിക്കുന്നത്? കേട്ടില്ല.